ഓം നമോ നാരായണ. ബ്രഹ്മദേവന്റെ തപസ്സും പൂജയും പിന്നീടുള്ള ജഗത്തിൻ്റെ സൃഷ്ടിയെയും വർണ്ണിച്ചുകൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ചിട്ടുള്ള നാരായണീയത്തിലെ 9ാമത്തെ ദശകത്തിൻ്റെ വിവരണമാണ് ഇവിടെ ചെയ്യുന്നത്. 1ാമത്തെ ശ്ലോകം. സ്ഥിത സ കമലോദ്ഭവസ്തവഹി നാഭിപങ്കേരുഹേ കുതസ്വിദിദം അംബുധാവുദിതമുത്യനാലോകയൻ തദീക്ഷണകുതൂഹലാത് പ്രതിദിശം വിവൃത്താനനഃ ചതുർവദനതാം ആഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. സ കമലോദ്ഭവഃ, ആ ബ്രഹ്മദേവൻ, കമലോദ്ഭവനായിട്ടുള്ള ബ്രഹ്മദേവനാകട്ടെ, തവഹി നാഭിപങ്കേരുഹേ സ്ഥിതഃ, അങ്ങയുടെ ആ നാഭിപത്മത്തിൽ ഇരുന്നവനായിട്ട്, അംബുധൗ ഇദം കുതസ്വിത് ഉദിതം ഇതി അനാലോകയൻ, ഈ താമരപ്പൂവ് സമുദ്രത്തിൽ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് ആലോചിച്ചിട്ട്, തത് ഈക്ഷണ കുതൂഹലാത്, അത് കണ്ടെത്താനാകാതെ, അത് കണ്ടെത്താനുള്ള കൗതുകത്താൽ, പ്രതിദിശം വിവൃത്താനനഃ, 4 ദിക്കിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട്, വികസദഷ്ടദൃഷ്ട്യംബുജാം ചതുർവദനതാം അഗാത്, വികസിച്ച 8 അംബുജങ്ങൾക്ക് തുല്യമായിട്ടുള്ള, വികസിച്ച 8 താമരകൾക്ക് തുല്യമായിട്ടുള്ള കണ്ണുകളോടും അതേപോലെ 4 മുഖത്തോടും കൂടിയവനായിട്ടുള്ള ആ അവസ്ഥയെ ബ്രഹ്മദേവൻ പ്രാപിച്ചു എന്നാണിവിടെ പറയുന്നത്. 2ാമത്തെ ശ്ലോകം. മഹാർണവവിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുത സ്വിത് ഇദമംബുജം സമജനീതി ചിന്താമഗാത്. മഹാർണവവിഘൂർണിതം, അപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്ന ആ സമുദ്രത്തിൽ, തത് കമലം കേവലമേവ വിലോക്യ, ആ താമരയെ മാത്രമേ അദ്ദേഹത്തിന് അപ്പോൾ കാണുവാനായി സാധിച്ചുള്ളൂ. തത് ഉപാശ്രയം തവ തനും തു നാലോകയൻ, എന്നാൽ ആ താമരയ്ക്ക് ആധാരമായിരിക്കുന്ന അങ്ങയുടെ ആ ശരീരത്തെ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചില്ല. മഹതി കമലോദരേ നിസ്സഹായ ഹി ഏഷ, ആ വിശാലമായിട്ടുള്ള ആ താമരപ്പൂവിനകത്ത് സ്വയം നിസ്സഹായനായിട്ടുള്ള അദ്ദേഹം, അഹം കഹ, ഞാൻ ആരാണ്, അതേപോലെ ഇദം അംബുജം കുതസ്വിത് സമജത്, ഈ താമരപ്പൂവ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഇതി ചിന്താം അഗാത്, ഇത്തരത്തിലുള്ള ചിന്തകളെ അദ്ദേഹം പ്രാപിച്ചു. 3ാമത്തെ ശ്ലോകം. അമുഷ്യഹി സരോരുഹഃ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സ ഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ ത്വദീയമതിമോഹനം ന തു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ സരോരുഹഃ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ, ഈ താമരയ്ക്ക് എന്തെങ്കിലും ഒരു ആധാരം തീർച്ചയായും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചിട്ട്, പ്രൗഢധീഹി സഖലുഹു, പ്രൗഢ ബുദ്ധിമാനായിട്ടുള്ള അദ്ദേഹം തൻ്റെ സ്വയോഗബലവിദ്യയ, തൻ്റെ യോഗബലത്താൽ, നാളരന്ധ്രാധ്വന സമവരൂഢവാൻ, താനിരിക്കുന്ന ആ താമരത്തണ്ടിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് ഇറങ്ങി. അതിമോഹനം ത്വദീയം കളേപരം തദദൃഷ്ടവാൻ, എന്നാൽ പോലും നിതാന്തസുന്ദരമായിട്ടുള്ള അങ്ങയുടെ ആ താമരയ്ക്ക് ആധാരമായിട്ടുള്ള അങ്ങയുടെ ആ തിരുമേനി ബ്രഹ്മദേവന് കാണുവാനായി സാധിച്ചില്ല എന്നാണ് അർത്ഥം. 4ാമത്തെ ശ്ലോകം. തത് സകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീഃ സമാധിബലമാദധേ ഭവദനുഗ്രഹേകാഗ്രഹീ. തതഃ, അതിനുശേഷം, സകലനാളികാ വിവരമാർഗകഃ മാർഗയൻ, ആ താമരത്തണ്ടിൻ്റെ മറ്റുള്ള എല്ലാ ദ്വാരങ്ങളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു. എന്നിട്ടും ശതവത്സരം പ്രയസ്യ കിമപി ന ഏവ സന്ദൃഷ്ടവാൻ, 100 സംവത്സരങ്ങൾ പ്രയത്നിച്ചിട്ടും അദ്ദേഹത്തിന് ഒന്നും തന്നെ കണ്ടെത്തുവാനായി സാധിച്ചില്ല. നിവൃത്യ കമലോദരേ സുഖനിഷണ്ണഃ,
ഏകാഗ്രധീഃ ഭവദനുഗ്രഹേകാഗ്രഹീ സമാധിബലം ആദധേ. അതിനുശേഷം അദ്ദേഹം നിവൃത്യ പിന്തിരിഞ്ഞിട്ട് ആ കമലത്തിൽ തന്നെ ഏകാഗ്രധീയായിട്ട് ഒന്നിൽ തന്നെ അങ്ങയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഏകാഗ്ര ബുദ്ധിയോടുകൂടി അങ്ങയുടെ കാരുണ്യത്തെ കാക്ഷിക്കുന്നവനായിട്ട് സമാധിയെ പ്രാപിച്ചു, സമാധി അവസ്ഥയെ പ്രാപിച്ചു എന്നാണ് അർത്ഥം. 5-ാമത്തെ ശ്ലോകം. ശതേന പരിവത്സരേർ ദൃഢസമാധി ബന്ധോല്ലസ പ്രബോധ വിശദീകൃത സ ഖലു പത്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വിചിഷ്ട പരിതുഷ്ടധീർ ഭുജഗഭോഗ ഭാഗാശ്രയം. സ പത്മിനീ സംഭവ ഖലു. പത്മത്തിൽ നിന്നും ജന്മമെടുത്തവനായിട്ടുള്ള ആ ബ്രഹ്മദേവനാകട്ടെ ശതേന പരിവത്സരൈഹി ദൃഢസമാധിബന്ധോല്ലസ. 100 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ദൃഢമായി ആർജിച്ചെടുത്തിട്ടുള്ള ആ സമാധിയുടെ ബലത്താൽ പ്രബോധ വിശദീകൃത ആത്മജ്ഞാനമുള്ളവനായി പ്രകാശിച്ചിട്ടും പരിതുഷ്ടധീഹി നിർമ്മലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിയോടും കൂടിയിട്ട് അദൃഷ്ടചരം അദ്ഭുതം, ഇതിനു മുൻപ് കാണപ്പെടാത്തതും അതേപോലെ തന്നെ ആശ്ചര്യജനകവുമായിട്ടുള്ള ഭുജംഗ ഭോഗഭാഗാശ്രയം, ഭുജംഗോത്തമനായിട്ടുള്ള അനന്തൻ്റെ ശരീരത്തെ ആശ്രയിച്ച് അതിൽ ശയിക്കുന്ന ആ ഭഗവാന്റെ രൂപം തവ രൂപം അന്തർദൃശാവ്യചിഷ്ടൈ. അദ്ദേഹം ഉള്ളിൽ തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ദർശിച്ച് അനുഭവിച്ച് സന്തുഷ്ടചിത്തനായി ഭവിച്ചു. നമ്മൾ കണ്ടെത്തുവാനായി ആഗ്രഹിക്കുന്നത് എത്ര തന്നെ മൂല്യമുള്ള വസ്തുവാണെങ്കിലും അതിൽ നിന്നുള്ള അലൗകികമായിട്ടുള്ള പരമാനന്ദത്തെ കണ്ടെത്തുവാൻ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിക്കണം എന്നതിനുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ പറഞ്ഞിട്ടുള്ളത്. 6-ാമത്തെ ശ്ലോകം. കിരീടമകുടോല്ലസത് കടകഹാര കേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം പപുസ്തദൈ ഭാവയേ കമലജന്മനെ ദർശിതം. കിരീട മകുടോല്ലസത്, ശ്രേഷ്ഠമായിട്ടുള്ള കിരീടം കൊണ്ട് ഉല്ലസിക്കപ്പെട്ടതും, കടകം ഹാരം കേയൂരം അതായത് വള, മുത്തമാല, കേയൂരം തോൾവള എന്നിവ അണിഞ്ഞിട്ടുള്ളതും, മണിസ്ഫുരിതമേഖലം സ്ഫുരിത വീത പീതാംബരം രത്നങ്ങൾ പതിച്ചിട്ടുള്ള അരഞ്ഞാണത്താൽ ശോഭിക്കുന്ന മധ്യഭാഗത്തോടു കൂടിയതും, ഭംഗിയിൽ ഉടുക്കപ്പെട്ടതായിട്ടുള്ള മഞ്ഞപ്പട്ടാടിയോട് കൂടിയതും, കളായ കുസുമപ്രഭം ദളതല ഉല്ലസത് കൗസ്തുഭം കായാമ്പൂവിൻ്റെ പ്രഭയാർന്നതും അതേപോലെ കൗസ്തുഭമണി ഗളത്തിൽ കണ്ഠത്തിൽ ശോഭിക്കുന്നവനുമായിട്ടുള്ള കമലജന്മനെ ദർശിതം ഐ വപുഃ ഭാവയേ. കമലജന്മനായിട്ടുള്ള ബ്രഹ്മദേവനാൽ ദർശിക്കപ്പെട്ടിട്ടുള്ള ആ ശരീരത്തെ, ആ രൂപത്തെ ജ്ഞാനം ധ്യാനിക്കുന്നു എന്നാണിവിടെ അർത്ഥം. 7-ാമത്തെ ശ്ലോകം. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്യാ ദൃശോ കുരുഷ്വ ധിയമാശു മേ ഭുവനനിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണ്ണിത സ്വഗുണബ്രഹ്മിമാ പാഹിമാം. ബ്രഹ്മദേവൻ ഇപ്രകാരം തൻ്റെ സ്വന്തം ജ്ഞാനയോഗബലങ്ങളാൽ ഭഗവാനെ ദർശിച്ച ശേഷം ശ്രുതിപ്രകരദർശിത പ്രചുര വൈഭവൈഭവ, ശ്രുതികളിൽ ഉപനിഷത് വാക്യങ്ങളിലും മറ്റുമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള മഹാ അതിശയത്തോടു കൂടിയ അല്ലയോ പ്രഭോ ശ്രീപതേ ലക്ഷ്മീപതേ ഹരേ ജയ ജയ പ്രഭോ, പ്രഭോ അങ്ങ് ജയിച്ച് അരുളിയാലും, ദിഷ്ട്യാ ദൃശോ പദം ഉപൈഷി ഭാഗ്യം കൊണ്ടാണ് എൻ്റെ ദൃഷ്ടിപഥത്തെ അങ്ങ് പ്രാപിച്ചിരിക്കുന്നത്. ആശുമേധിയം ഭുവനനിർമ്മിതൗ കർമ്മഠാം കുരുഷ്വ. എന്നിട്ട് ബ്രഹ്മദേവൻ ഭഗവാനോട് പറയുകയാണ്, എനിക്ക് ജഗത്തിൻ്റെ സൃഷ്ടിക്ക് ഉതകുന്ന തരത്തിലുള്ള ബുദ്ധിയെ അങ്ങ് ആശു ഒരു താമസവും കൂടാതെ അരുളി ചെയ്താലും എന്ന് അപേക്ഷിക്കുന്നു.
ഇതി ദ്രുഹിണവർണ്ണിത സ്വഗുണബ്രഹ്മിമാം മാഹിമാം. ഇപ്രകാരം നാൻമുഖനാൽ കീർത്തിക്കപ്പെട്ടിട്ടുള്ള സ്വഗുണവൈഭവത്തോടു കൂടിയിട്ടുള്ള നിന്തിരുവടി എന്നെയും രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയും ഒപ്പം ചേർക്കുന്നു. 8ാമത്തെ ശ്ലോകം. ലഭസ്വ ഭുവനത്രയീരചനദക്ഷതാമക്ഷതാം ഗൃഹാണ മദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേഹി ഭവത്വദഖിലസാധനീ മയീ ച ഭക്തിരുത്യുത്കടേതി ഉദീര്യ ഗിരിമാദധാ മുദിതചേതസം വേധസം. ഈ ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ അപേക്ഷയ്ക്ക് ശേഷം ഭഗവാനാൽ നൽകപ്പെടുന്ന മറുപടിയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഹേ വിധേ, അല്ലയോ ബ്രഹ്മദേവ, അക്ഷതാം ഭുവനത്രയീ രചനദക്ഷതാം ലഭസ്വ. ഭുവനത്രയങ്ങളെ രചിക്കുവാനുള്ള, ഭുവനത്രയങ്ങളെയും നിർമ്മിക്കുവാനുള്ള ആ കഴിവിനെ പ്രാപിച്ചിട്ട് തപശ്ച ഭൂയഃ കുരുഹു, വീണ്ടും അങ്ങ് തപസ് ചെയ്യൂ. അഖിലസാധനി മയി ഭക്തി അത്യുത്കല ഭവതു, അഖിലസാധനിയായിട്ടുള്ള എല്ലാത്തിനെയും എല്ലാ അഭീഷ്ടങ്ങളെയും നേടിത്തരുന്ന എന്നിലുള്ള ആ ഭക്തി എപ്പോഴും ഉത്കൃഷ്ടമായി ഭവിക്കട്ടെ. ഇതി ഉദീര്യ, ഇപ്രകാരം പറഞ്ഞിട്ട് വേധസം മുദിതചേതസം ആദധാത, ഇപ്രകാരം ഭഗവാൻ തൻ്റെ വാക്കുകളെ ഉച്ചരിച്ചിട്ട് ബ്രഹ്മാവിനെ സന്തുഷ്ടചിത്തനാക്കി എന്നാണിവിടെ പറയുന്നത്. 9ാമത്തെ ശ്ലോകം. ശതം കൃതതപാസ്തത സ ഖലു ദിവ്യസംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബലവിജൃംഭിതഃ പവനപാധസി പീതവാൻ. തത സ ഖലുഹു, അതിനുശേഷം ഭഗവാന്റെ ആ വാക്കുകൾ ശ്രവിച്ചിട്ട് ബ്രഹ്മദേവൻ ശതം സംവത്സരാൻ കൃതതപാ, അദ്ദേഹം 100 ദിവ്യ സംവത്സരങ്ങൾ വീണ്ടും തപസ് ചെയ്യുവാനായി മാറ്റിവെച്ചു. പൂർവാധികം തപോബലം മതിബലം ച അവാപ്യ, എന്നിട്ട് ആ തപസ്സിലൂടെ പൂർവാധികം തപശക്തിയെയും ബുദ്ധിശക്തിയെയും അദ്ദേഹം നേടി. പങ്കജം പയസി വായുനാ കമ്പിതമുദീക്ഷ്യ, ഈ അദ്ദേഹം ഇരിക്കുന്ന, അദ്ദേഹത്തിന് ആധാരമായിട്ടുള്ള ആ താമരപ്പൂവ് വെള്ളത്തിൽ, ജലത്തിൽ വായുവിനാൽ ഇളകുന്നു എന്നതു കണ്ടിട്ട് ഭവദ്ബലവിജൃംഭിത പവനപാദസി പീതവാൻ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മഹിമാതിശയത്താൽ വർദ്ധിച്ച വീര്യത്തോടുകൂടി ആ കാരണജലത്തെ മുഴുവനും ബ്രഹ്മദേവൻ സ്വയം കുടിച്ചു തീർത്തു. 10ാമത്തെ ശ്ലോകം. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീൻ പവവൃത്തെ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. പുനഃ സ ഖലു തവ കൃപയാ ഏവ തേന സരസിജേന ഭുവനത്രയീൻ പ്രകൽപ്യ, അതിനുശേഷം ആ ബ്രഹ്മാവ് തവ കൃപയ, അങ്ങയുടെ കൃപയാൽ തന്നെ, തേന സരസിജേന ഭുവനത്രയീൻ പ്രകൽപ്യ, അദ്ദേഹം ഇരിക്കുന്ന ആ താമരമലർ കൊണ്ടു തന്നെ 3 ലോകങ്ങളെയും നിർമ്മിച്ചിട്ട് ആ പ്രജാസൃഷ്ടിയിൽ ലയിച്ചു. ത്വം തഥാവിധ കൃപാഭര ഗുരുമരുത്പുരാധീശ്വര, അല്ലയോ ഇപ്രകാരം കാരുണ്യാതിരേകത്താലുള്ള അങ്ങയുടെ ആ ദൃഷ്ടി ആശുമാം പരിപാഹി, എന്നെയും താമസം കൂടാതെ കാത്തരുളണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ.